ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എനിക്ക് അവളെ ജീവനോടെ വേണം. ഞാൻ മോളെ സഞ്ജയ് അടുത്തുണ്ടെങ്കിൽ എനിക്ക് പേടിയാ. പ്ലീസ് പൂർണിമ, ഇനി സഞ്ജയ് ഞങ്ങളുടെ അടുത്ത് വേണ്ട. മോൾക്ക് ഇപ്പൊ സന്തോഷമായോ? അതെ സഞ്ജയ്, ഇടയ്ക്ക് ഇങ്ങനെ വെളിയിൽ പോണം. ഓക്കെ, മോളെയും കൊണ്ടുപോകണം. ഇനി പപ്പ പാർക്കിൽ കൊണ്ടുവന്നില്ലെന്ന് പറയരുത്. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ അങ്ങോട്ട് പോയിരിക്കും, ഞാൻ ഐസ്ക്രീം വാങ്ങിച്ചിട്ട്. എന്താ? എനിക്ക് 2 ഐസ്ക്രീം വേണം. ഒരു ഐസ്ക്രീം പോരെ? വേണം. ശരി, നിക്ക്, എനിക്കൊരു ചോക്ലേറ്റ് ബാർ. ഓക്കെ എനിക്കും ചോക്കോബാർ മതി. മോളെ, നിങ്ങൾ അങ്ങോട്ട് ചെല്ലേ. 2 ഐസ്ക്രീം ഇല്ലേ, ഒന്ന് അമ്മയ്ക്ക് തരുമോ? തരുമോ? തരില്ലേ? സത്യം? പ്രോമിസ്? ആരാ നിങ്ങള്? അയ്യോ സഞ്ജയ്, സഞ്ജയ് വിട്, സഞ്ജയ് വിട്. അയ്യോ വേണ്ട, എന്റെ പപ്പയൊന്നും ചെയ്യരുത്. സഞ്ജയ്, എങ്ങോട്ടാ പോകുന്നേ? അടിക്കരുത്. അവളൊന്നും ചെയ്തല്ലേ? ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കും ആ മെഡിസിൻ കൊടുക്കണം കേട്ടോ. മോളെവിടെ? ചെറിയ ഡോക്ടർ പരിശോധിക്കുന്നു. അവക്ക് എന്തെങ്കിലും? കുഴപ്പമൊന്നുമില്ല, പക്ഷെ അവള് നല്ലോണം പേടിച്ചിട്ടുണ്ട്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് എനിക്ക് എപ്പോഴും പേടിയുണ്ടായിരുന്നു. ഞാനത് 100 വട്ടം പറയുകയും ചെയ്തയാ.
കനിമോള് ജനിച്ചപ്പോ തൊട്ട് ഞാനും പറയുന്നുണ്ട് ചെറിയച്ച, പക്ഷെ കേക്കണ്ടേ. ഞാൻ പറയുന്നത് നിങ്ങൾ സമാധാനത്തോടെ കേൾക്കണം. മോൾ ആ ഷോക്കിൽ നിന്ന് റിക്കവർ ആയിട്ടില്ല. വല്ലാതെ പേടിച്ച് കരഞ്ഞപ്പോ സംതിങ് ഹാപ്പൻ. എന്താ ഡോക്ടർ? മോൾക്കിപ്പോ സംസാരശേഷിയും കേൾവിശക്തിയും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. മോളെ, ഇത് ചിലപ്പോ പെട്ടെന്ന് തന്നെ മാറിയേക്കും, ചിലപ്പോ കാലങ്ങളെടുക്കും. എന്റെ ഈശ്വര, ചില സമയത്ത് മാറാതെ ഇരിക്കാം. മോളെ, തൽക്കാലം നമുക്ക് കുറച്ചു സമയം കൊടുത്തു നോക്കാം. അടുത്ത ആഴ്ച സ്പെഷ്യലിസ്റ്റുകളെ ഒന്ന് കാണിക്കാം. ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. വിഷമിക്കാതെ മോളെ, എല്ലാം ശരിയാവും. പൂർണിമ, വേണ്ട സഞ്ജയ്, ഇനി ഇത് ശരിയാവില്ല. ഇപ്പൊ എന്റെ മോക്ക് എത്ര നഷ്ടപ്പെട്ടുള്ളൂ. ഇനി അവളെങ്കിലും എനിക്ക് ജീവനോടെ വേണം. എനിക്ക് അവളെ ജീവനോടെ വേണം. ഞാൻ മോളെ, സഞ്ജയ് അടുത്തുണ്ടെങ്കിൽ എനിക്ക് പേടിയാ. പ്ലീസ് പൂർണിമ, ഇനി സഞ്ജയ് ഞങ്ങളുടെ അടുത്ത് വേണ്ട. പൂർണിമ, ഞാനതിന് വേണ്ട സഞ്ജയ്. പൂർണിമ, മോളെ, പൂർണിമ. വേണ്ട സഞ്ജയ്, കല്യാണത്തിന് മുമ്പ് ഞാനിത് സഞ്ജയോട് പറഞ്ഞതാ. പൂർണിമയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാ അന്ന് ഈ ബന്ധം അവസാനിപ്പിക്കുമെന്ന്. ഇന്ന് നിങ്ങളുടെ കുഞ്ഞിന് ആപത്ത് വന്നത് അത് സഞ്ജയ് കാരണം. ഇവിടെ ഒരു ആർഗ്യുമെന്റിന് പോലും സ്ഥാനമല്ല. ഈ സംഭവത്തിന്റെ മുഴുവൻ കാരണക്കാരൻ സഞ്ജയ് മാത്രമാണ്.